നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. വൈദ്യുതി നിരക്ക് കൂട്ടി KSEBയുടെ ഇരുട്ടടി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാകും. സമ്മർ ടാരിഫ് വേണമെന്ന KSEBയുടെ ആവശ്യം റെഗുലേറ്ററി ബോർഡ് അംഗീകരിച്ചില്ല. നിരക്ക് വർധനവിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കോൺഗ്രസും BJPയും പ്രഖ്യാപിച്ചു. 2016 ശേഷം നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇത് 5ാം തവണ. സമ്മർ താരിഫ് ഉൾപ്പെടെ 27 പൈസയുടെ വർധനവായിരുന്നു KSEB ശുപാർശ. എന്നാൽ കമ്മീഷൻ അംഗീകരിച്ചില്ല. ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും തള്ളി. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവയ്ക്കുള്ള താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. നിരക്ക് വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ലെന്നും കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി കിട്ടിയാൽ നിരക്ക് കുറയ്ക്കുമെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ, അത് ഞാൻ പക്ഷെ നിവൃത്തിയില്ല, അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ UDF സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും. ഇത് സംബന്ധിച്ച വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് നാളെ ഇറങ്ങും. നീക്കം ചെയ്ത ഭാഗങ്ങളുടെ പകർപ്പും നാളെ പുറത്തുവരുമെന്നാണ് സൂചന. സർക്കാർ വെട്ടിയ 49 മുതൽ 53 വരെയുള്ള ഭാഗമാണ് പുറത്തുവിടുന്നത്. മാധ്യമപ്രവർത്തകരുടെ അപ്പീലിലാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദമായ കണക്കുകൾ നൽകാൻ സംസ്ഥാനം വൈകി എന്നാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്. എന്നാൽ ഏറെ വൈകിയാണ് സംസ്ഥാനം നിവേദനം നൽകിയതെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി നൽകിയ കേന്ദ്രം വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. 3.5 മാസത്തിന് ശേഷമാണ് 2219 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചതാണെന്നും കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്നും കേന്ദ്രവും വ്യക്തമാക്കണം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാളെ SDRF അക്കൗണ്ട് ഓഫീസർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. S. ശ്രീകാന്ത്, 24, കൊച്ചി. ഫിൻചാൽ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ തമിഴ്നാടിന് സഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. 944.80 കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര വിഹിതമായി അനുവദിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയ്ക്ക് പിന്നാലെയാണ് കേന്ദ്രം ധനസഹായം നൽകിയത്. നേരത്തെ 2400 കോടി രൂപ ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പിന്നാലെ സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രിയും അറിയിച്ചു. കേന്ദ്ര സഹായത്തിന്റെ ആദ്യ ഗഡുവാണ് ഈ തുക. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം. കേരള ബാങ്ക് സീനിയർ മാനേജറായ ഉല്ലാസ് മുഹമ്മദ് എന്ന 52-കാരനാണ് മരിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു.
ഉച്ചയ്ക്ക് 1:45 കിഴക്കേക്കോട്ടയിൽ നടന്ന അപകടത്തിന്റെ ചിത്രമാണിത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച ഉല്ലാസ് മുഹമ്മദ് ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു. സിഗ്നൽ മാറിയ ഉടൻ KSRTC ബസ്സും കുറുകെ നിന്ന സ്വകാര്യ ബസ്സും ഒരുമിച്ച് അശ്രദ്ധമായി മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്ന സമയമാണ് ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ എതിർഭാഗത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ആളുകളുടെ ബഹളം കണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആളുകൾ ഈ KSRTC ബസ്സിൽ ഡ്രൈവറോട് പറയുന്നുണ്ട്, പുറകിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. 2-3 മിനിറ്റോളം അദ്ദേഹത്തിനോട് ആളുകൾ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് പുറകിലേക്ക് എടുക്കാൻ പറയുമ്പോഴും അദ്ദേഹം ബസ് പുറകിലേക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു. പിന്നെ ആരോ ഒരാൾ ബസ് ഡോറ് തുറന്നിട്ട് അദ്ദേഹത്തിനോട് ഷൗട്ട് ചെയ്ത സമയത്താണ് ഈ ബസ് പുറകിലേക്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായത്. കൊല്ലം വാളത്തുങ്കൽ വെൺപാലക്കര സ്വദേശിയാണ് മരിച്ച ഉല്ലാസ് മുഹമ്മദ്. ചാല മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം മടങ്ങി വരും വഴിയായിരുന്നു അപകടം. കേരള ബാങ്ക് വികാസ് ഭവൻ ശാഖയിലെ സീനിയർ മാനേജറാണ്. കിഴക്കേക്കോട്ടയിലെ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും തമ്മിലുള്ള മത്സരം ജീവനെടുക്കുന്നത് ഇതാദ്യമല്ല. പുള്ളി പെഡസ്ട്രിയനായിരുന്നു. റോഡ് ക്രോസ് ചെയ്ത സമയം പെട്ടെന്ന് 2 ഡ്രൈവർമാർ ശ്രദ്ധിച്ചില്ല, 2 ബസ്സിൻ്റെ ഇടയിലായിപ്പോയി. അങ്ങനെ സർ, സീബ്ര ലൈനിലൂടെ ആയിരുന്നു അദ്ദേഹം മുറിച്ച് കടന്നിരുന്നത്. പുള്ളി അതെ. അപകടം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണർ CH നാഗരാജുവിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുഴുവൻ സ്കാനിംഗ് കേന്ദ്രങ്ങളിലും സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന നടത്തും. പലയിടങ്ങളിലും ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന പരാതിയിലാണ് അന്വേഷണം. ആലപ്പുഴയിൽ 2 സ്കാനിംഗ് കേന്ദ്രങ്ങൾ ആരോഗ്യവകുപ്പ് പൂട്ടിയിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കെതിരെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ദുരൂഹ ശ്രമം നടന്നു. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യം നിർബന്ധമില്ല എന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, തുടക്കത്തിൽ തന്നെ സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ സത്യവാങ്മൂലത്തിന്റെ രൂപത്തിൽ നൽകിയെന്നതാണോ? എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇന്ന് നൽകിയ സത്യവാങ്മൂലമാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല എന്ന് സർക്കാർ പറയുകയാണ്. മഞ്ജുഷയുടെ വാദങ്ങളെ സമ്പൂർണമായും സംസ്ഥാന സർക്കാർ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ തള്ളിക്കളയുന്നു. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ല. തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ നിന്നും മറ്റ് മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ പോലും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകിയെന്ന വാദം തെറ്റാണ്. കളക്ടറേറ്റ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന വാദം ശരിയല്ല. കുടുംബത്തിന്റെ ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനമില്ലാത്തതാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് നടത്തിയത് എന്ന വാദം തള്ളുന്നു. 5 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള ഈ സത്യവാങ്മൂലം. അതായത് ഒരു കാരണവശാലും CBI അന്വേഷണം ഉണ്ടാകരുത് എന്ന് സംസ്ഥാന സർക്കാർ അടിവരയിട്ട് ഉറപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ശ്രീകാന്ത്, അതായത് കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഈ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ, അല്ലേ? ഒരു സംശയവും വേണ്ട. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ ആവശ്യമില്ല. മരണവിവരം അറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമാണ്. നവീൻ ബാബുവിന്റെ താമസ സ്ഥലത്തു നിന്നും വിരലടയാളങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. മൊഴി രേഖപ്പെടുത്താൻ വൈകിയെന്ന മഞ്ജുഷയുടെ വാദം തള്ളി. സംഭവത്തിന് 3 ദിവസത്തിനകം മക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. അതിവേഗത്തിലും കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നും മഞ്ജുഷ നൽകിയ ഹർജിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ഈ വാദങ്ങളിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. അതായത് ഒരു നടക്കും ഒരു കാരണവശാലും CBI അന്വേഷണം ഇല്ല. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ശരി, മുൻപ് തന്നെ സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചില്ല എന്ന ആരോപണം ഉൾപ്പെടെ നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ദുരൂഹ ശ്രമം നടന്നു എന്നത് ഉൾപ്പെടെയാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും നൽകിയത്. ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ അച്ചടി താൽക്കാലികമായി നിർത്തി. ഏജന്റുമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അച്ചടി നിർത്തിയത്. സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയതിലാണ് പ്രതിഷേധം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഈ പ്രതിഷേധത്തിനിടയാക്കുന്നത് എന്താണ്? ഏത് തരത്തിലാണ് ഈ സമ്മാനഘടനയിലെ മാറ്റം?
അതായത് ഈ പ്രധാനമായും ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം, അതാണ് ഇപ്പോൾ ആ അച്ചടി താൽക്കാലികമായി നടത്താനുള്ള കാരണം. അത് സമ്മേളനഘടനയിൽ വരുന്ന മാറ്റത്തെ തുടർന്നാണ് അത്തരത്തിലൊരു പ്രതിഷേധം രൂപപ്പെട്ടത്. 5000, 2000, 1000 എന്നീ സമ്മാനങ്ങളുടെ എണ്ണം കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറുകളെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണ്. അത് സംബന്ധിച്ചാണ് ഏജന്റുമാർ പ്രതിഷേധം നടത്തിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമ്മാനം, അതായത് 5000 രൂപയുടെയും 2000-ന്റെയും 1000-ന്റെയും സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചാണ് കൂടുതൽ ആളുകളും ലോട്ടറി എടുക്കുന്നത്. 1-2 സമ്മാനം ലക്ഷ്യം വെച്ചല്ല. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനം ഒഴിവാക്കിയാൽ അത് കച്ചവടത്തെ ആകെ ബാധിക്കും എന്നുള്ളതാണ് ഏജന്റുമാർ പറയുന്നത്. കച്ചവടത്തിൽ കാര്യമായ കുറവും ഇടിവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സമ്മാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഏജന്റുമാരുടെ ഈ പ്രതിഷേധം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി അച്ചടി നിർത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ അച്ചടി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഏജന്റുമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കി നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് സംസ്ഥാന സർക്കാർ. നഷ്ടപരിഹാരമല്ല നൽകുന്നത്, ഓഹരി മൂല്യം കണക്കാക്കിയുള്ള പണമാണ് എന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം വിവാദ തീരുമാനത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കരാർ പ്രകാരം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ടീകോമിന് കഴിഞ്ഞിരുന്നില്ല. കരാറിൽ പറഞ്ഞതിന്റെ 10% പോലും ടീകോം സ്മാർട്ട് സിറ്റിയിൽ ചെയ്തതുമില്ല. ഇതോടെയാണ് ടീകോമിനെ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനം. അതും 2007-ലെ കരാറിന് വിരുദ്ധമായി അവർക്ക് അങ്ങോട്ട് പണം നൽകി. അങ്ങോട്ട് പണം നൽകാനുള്ള സർക്കാർ തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിവരം. എന്നാൽ നൽകുന്നത് നഷ്ടപരിഹാരമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. നഷ്ടപരിഹാരം എന്നല്ലാന്ന് അവരുടെ 84% ഷെയർ ഉണ്ടല്ലോ, അതിൽ തന്നെ സേഫ് ഗാർഡ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ 91.52 കോടി മാത്രമാണ് ഭൂമിയുടെ വിലയായിട്ട് നിശ്ചയിക്കാൻ പാടുള്ളൂ. സാധാരണ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില എടുക്കുക, അത് എടുക്കാൻ പാടില്ല. അവരുടെ എത്ര ഷെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് കൊടുക്കുക. അതാണ് ഈ എഴുതുമ്പോൾ ഇതിനകത്ത് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കരാറിലുള്ളത്. ഇക്വിറ്റി വാല്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം. UAE-യുമായുള്ള നല്ല ബന്ധം തുടരാൻ കൂടിയാണ് വ്യവസ്ഥ ലംഘിച്ചിട്ടും ടീകോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. 2007 സർക്കാരുണ്ടാക്കിയ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് അഴിമതിയാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെന്റ് അടിയന്തരമായി ഇതിൽ നിന്ന് പിന്മാറണം. ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണം. സ്മാർട്ട് സിറ്റി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദേശ മലയാളി വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായേക്കും. ഇൻഫോ പാർക്കും പദ്ധതിയുടെ ഭാഗമായി വരുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി രാജ്യസഭയിലെ നോട്ട് വിവാദം. കോൺഗ്രസ് അംഗം അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിന് സമീപത്തുനിന്ന് 500 രൂപ നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ BJP അംഗങ്ങൾ നടത്തിയ പരാമർശങ്ങളിൽ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. അസാധാരണ അറിയിപ്പാണ് ഇന്ന് രാജ്യസഭയിൽ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ നടത്തിയത്. ഇന്നലെ സഭ പിരിഞ്ഞ ശേഷം നടത്തിയ പതിവ് പരിശോധനയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് MP മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച 222 നമ്പർ സീറ്റിൽ നിന്നും 500 രൂപയുടെ നോട്ടുകെട്ട് കണ്ടെടുത്തുവെന്നും സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നും ജഗ്ദീപ് ധൻഖർ. To ensure that investigation takes place in accordance with law and the same is underway. ധൻഖറിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതിനു മുമ്പ് നിഗമനത്തിലെത്തുന്നത് ഉചിതമല്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിഷയമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. While we are going towards a digital India, carrying a bundle of notes in the house is appropriate? Definitely this is not appropriate. ആരോപണങ്ങൾ മനു അഭിഷേക് സിംഗ്വി നിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായി BJP അംഗങ്ങളായ നിഷികാന്ത് ദുബെയും സംബിത് പാത്രയും നടത്തിയ പരാമർശങ്ങളിൽ ലോക്സഭ ഇന്നും സ്തംഭിച്ചു. അദാനി കോഴ വിഷയത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ കറുത്ത മാസ്ക് ധരിച്ചാണ് ഇന്ന് പ്രതിഷേധിച്ചത്. 24 ഡൽഹി. മലപ്പുറം നിലമ്പൂർ
പൂക്കോട്ടടത്ത് റബ്ബർ ഷീറ്റ് പുരയ്ക്ക് തീപിടിച്ചു. 3000-ഓളം ഷീറ്റുകൾ കത്തിനശിച്ചു. നിലമ്പൂർ അഗ്നിരക്ഷാസേന എത്തി 1 മണിക്കൂറോളം ശ്രമിച്ചാണ് തീയണച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രൈത, പൂർണ്ണമായും തീ അണച്ചിരിക്കുകയാണ്. നിലമ്പൂർ പൂക്കോട്ടുംപാടം ഉള്ളാട് സ്വദേശി കുണ്ടമടത്തിൽ മധുരാജിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ ആട്ടുപുരക്കാണ് ഇന്ന് രാത്രി 9 മണിയോട് കൂടി തീ പിടിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 3000-ഓളം റബ്ബർ ഷീറ്റുകളാണ് അത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത്. ഈ തീ ഉയരുന്ന സമയത്ത് തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തി 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിൽ തീ അണക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തീ പിടിച്ചത് റബ്ബർ ഷീറ്റ് പുകക്കുന്നതിനിടയിലാണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഈ ഉടമ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലമ്പൂർ ഫയർഫോഴ്സ് അതിവേഗം എത്തി തീ അണച്ചതാണ് വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ കാരണം. പ്രവിത, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. 24 സൂപ്പർ ഇംപാക്ട്. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. മെറിറ്റ് സീറ്റ് അട്ടിമറിച്ച കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അനുവദിച്ച 30 സീറ്റും ആരോഗ്യവകുപ്പ് റദ്ദാക്കി. മെറിറ്റ് സീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. വാളകം മേഴ്സി കോളേജിന് നഴ്സിംഗ് കൌൺസിൽ സീറ്റ് അനുവദിക്കാൻ നടത്തിയ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ ഒടുവിൽ സർക്കാർ തിരുത്തി. നവംബർ 27-ന് മേഴ്സിക്ക് 30 സീറ്റ് അനുവദിക്കുകയും മെറിറ്റ് അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് 30-ന് തന്നെ അഡ്മിഷൻ നടത്തുകയും ചെയ്തു. മെറിറ്റിലെ 15 വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അവസരം അങ്ങനെ മാനേജ്മെന്റ് തട്ടിയെടുത്തു. എന്നാൽ ക്രമവിരുദ്ധ ഇടപെടലുകൾ അക്കമിട്ട് 24 നിരത്തി. ഒടുവിൽ മേഴ്സി കോളേജിന് നഴ്സിംഗ് കൌൺസിൽ അനുവദിച്ച 30 സീറ്റും സർക്കാർ റദ്ദാക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേതാണ് തീരുമാനം. മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയത് ഈ ഉത്തരവോടെ അസാധുവായി. നഴ്സിംഗ് കൌൺസിൽ പരിശോധനാ സമയം രോഗികളായി പുവർ ഹോമിലെ അന്തേവാസികളെ ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിൽ മേഴ്സി കോളേജിനെതിരായ അന്വേഷണത്തിന് ഹൈക്കോടതി 2023-ൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ സാമൂഹ്യനീതി വകുപ്പ് അന്വേഷണം തീരുമാനിച്ചു. എന്നാൽ ഈ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനാൽ 30 സീറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. അനുവദിച്ചാലും 30 സീറ്റിൽ 15-ൽ മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്നാണ് നിയമമെന്നും ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് അയച്ച കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 30 സീറ്റ് റദ്ദാക്കിയതുകൊണ്ട് മാത്രം ആരോഗ്യവകുപ്പിന് കൈകഴുകാനാകില്ല. ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ക്രമവിരുദ്ധ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടതുണ്ട്. ഒപ്പം അയ്യപ്പ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്നും ആരോഗ്യവകുപ്പ് മറുപടി പറയേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് ഉപാധികളുടെ ജാമ്യം. സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കർശന ഉപാധികളുടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തുക മാത്രമായിരുന്നു പോലീസിന്റെ നടപടിക്രമം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ സിദ്ദിഖിനെ അന്വേഷണ സംഘം 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലെത്തിച്ചു. കേസ് പരിഗണിച്ച കോടതിക്ക് മുന്നിൽ സിദ്ദിഖ് കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വാദം. പോലീസ് വാദം കേട്ട കോടതി സുപ്രീംകോടതി മാർഗനിർദ്ദേശപ്രകാരം സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം. സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കേസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യ പ്രചരണം നടത്തരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ. വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24, തിരുവനന്തപുരം. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയാണോ ഇത്തരം നടപടികൾ എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചോദിച്ചു. ദർശനം ലഭിക്കാത്തവർ ആരോട് പരാതി പറയുമെന്ന് ചോദിച്ച കോടതി ഇത്തരം നടപടികൾ ആവർത്തിക്കരുത് എന്നും മുന്നറിയിപ്പും നൽകി. ഇന്നലെ രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ദർശനത്തിനിടെ ദിലീപിന് VIP പരിഗണന ലഭിച്ചതാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. നടപടി ചെറുതായി കാണാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് വിഷയം പരിഗണിച്ചപ്പോൾ ക്യൂവിൽ എത്ര പേരാണ് നിരന്നിരുന്നതെന്ന് കോടതി ചോദിച്ചു. സ്ത്രീകളും കുട്ടികളുമാണ് ആ സമയം ക്യൂവിലുണ്ടായിരുന്നത്. എന്തിനാണ് അവരെ തടഞ്ഞത്? ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് പരാതി പറയുമെന്നും ഹൈക്കോടതി. ഹരിവരാസനത്തിന്റെ സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ആർക്കുമുള്ള പ്രിവിലേജ് അല്ല. ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് ഇത്തരം VIP പരിഗണന. പോലീസിന് ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്ന് ചോദിച്ച കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ദിലീപിനെ കേസിൽ കക്ഷി ചേർക്കുമെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു. സോപാനത്തെ CCTV ദൃശ്യങ്ങൾ നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24, സന്നിധാനം. നടൻ ദിലീപ്
ദിലീപിന്റെ ശബരിമലയിലെ ദർശനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. CCTV ദൃശ്യങ്ങൾ നാളെ നൽകും. ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിയെന്നും മുരാരി ബാബു പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരത്തെ ഒരു പ്രതികരണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല, അത് എല്ലാവരും ഭക്തന്മാരെല്ലാം സമാനരാണ് എന്ന തരത്തിൽ അതുവരെയാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നുപോയത്. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ അതൊരു കേസായിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച ഫയൽ ചെയ്യാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ CCTV ഫുട്ടേജ് ഇതെല്ലാം പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനെ തുടർന്ന് കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അതുപോലെ തുടർന്നുണ്ടാകും. 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച കളർകോട് വാഹനാപകടത്തിൽ വാഹനം വാടകയ്ക്ക് നൽകിയ ഉടമ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. നിയമവിരുദ്ധമായി കാർ വാടകയ്ക്ക് നൽകിയതിനാണ് കേസ്. റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് സൗഹൃദത്തിന്റെ പേരിൽ വാഹനം വാടകയ്ക്ക് നൽകുകയായിരുന്നുവെന്ന മൊഴി വാഹന ഉടമയായ കാക്കാഴ് സ്വദേശി ഷാമിൽ ഖാൻ ആവർത്തിച്ചു. എന്നാൽ ഗൂഗിൾ പേ മാർഗം പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചു. നിയമവിരുദ്ധമായാണ് ഷാമിൽ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയതെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ്. ഈ വാഹനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സിനിമ കാണുന്നതിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. ഗൗരി ശങ്കർ എന്ന വ്യക്തി വാടകയ്ക്കാണ് ഈ വാഹനം എടുത്തതെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാടക ഇനത്തിൽ 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് വാഹന ഉടമയ്ക്ക് ഷാഹിൽ ഖാന് കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവും ലഭ്യമായിട്ടുണ്ട്. ഈ വാഹനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കള്ള ടാക്സി എന്ന രൂപത്തിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. കാർ വാടകയ്ക്ക് വാങ്ങിയതാണെന്ന് കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരി കൃഷ്ണയും മൊഴി നൽകി. വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയാണ് ഷാമിൽ വാഹനം വാടകയ്ക്ക് നൽകിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാഹനം നൽകിയത് കള്ള ടാക്സിയായി ആണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. കാലപ്പഴക്കം ചെന്ന വാഹനത്തിൽ ഓവർലോഡ് കയറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച എടത്വ സ്വദേശി ആൽവിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന പൊതുദർശനത്തിൽ മന്ത്രി P. പ്രസാദ്, ജില്ലാ കളക്ടർ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിലവിൽ ചികിത്സയിലുള്ള 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി മെഡിക്കൽ ബോർഡ് അറിയിച്ചു. 24 ആലപ്പുഴ. പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിൽ വീണ്ടും സംഘർഷം. പോലീസ് നടപടിയിൽ നിരവധി കർഷകർക്ക് പരുക്കേറ്റു. ചർച്ചകൾക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭാഗീരഥ് ചൌധരി അറിയിച്ചു. സംഘർഷത്തിന് പിന്നാലെ മാർച്ച് നിർത്തിവെച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകർ ഇന്ന് ഉച്ചയ്ക്കാണ് ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. 101 കർഷകരുടെ ജാഥ മീറ്ററുകൾക്കപ്പുറം തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മുള്ളുകമ്പികളും ബാരിക്കേഡുകളും മറികടന്ന് മുന്നോട്ട് നീങ്ങിയ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചു. നിരവധി കർഷകർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റു. തുടർന്നാണ് മാർച്ച് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനം. മാർച്ച് പിൻവലിച്ചെങ്കിലും സമരം തുടരുമെന്നും തുടർ നീക്കങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ഭഗീരഥ് ചൌധരി പ്രഖ്യാപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെയും യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ വ്യക്തമാക്കി. കർഷക പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ അംബാലയിൽ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ കർഷക പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കിസാൻ സഭാ നേതാവ് ഡോക്ടർ രൂപേഷ് വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രേറ്റർ നോയിഡയിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയാണ് അറസ്റ്റെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ ജയിലിലടച്ചെന്നും കിസാൻ സഭ ആരോപിച്ചു. UP-യിൽ സമരത്തിനിടെ ഇതുവരെ 200-ലേറെ കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് കടന്ന മലയാളികൾ. ബാങ്കിന്റെ 700 കോടി രൂപയോളം തട്ടിയ സംഭവത്തിൽ 1425 മലയാളികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇവരിൽ 700ഓളം പേർ നഴ്സുമാരാണ്. സംഭവത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2020-22 കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത്. കുവൈറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും
മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന 700ഓളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയത്. ആദ്യം ബാങ്കിൽ നിന്ന് ചെറിയ തുക വായ്പയെടുത്ത് ഇത് കൃത്യമായി തിരിച്ചടച്ച് ക്രെഡിറ്റ് സ്കോർ ഉയർത്തിയ ശേഷം വലിയ തുക തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ കുവൈറ്റ് ബാങ്ക് അധികൃതർ അന്വേഷണം തുടങ്ങി. തട്ടിപ്പ് നടത്തിയവരിൽ ചിലർ നാട്ടിലെത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തിയത്. നവംബർ 5-ന് ADGP മനോജ് എബ്രഹാമിന് രേഖാമൂലം പരാതി നൽകി. അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും വായ്പയെടുത്തവർ കടന്നുവെന്നാണ് കുവൈറ്റ് ബാങ്ക് അധികൃതർ സംസ്ഥാന പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ദക്ഷിണ മേഖല IG അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും. അതേസമയം കുറ്റകൃത്യം നടന്നത് കേരളത്തിലല്ലെങ്കിലും വിദേശത്ത് കുറ്റകൃത്യം നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്ന പൗരന്മാർക്കെതിരെ കേസെടുക്കാൻ നിയമപരമായി സാധിക്കും. ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്നാണ് നിഗമനം. ഇതിന് പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടായെന്നും സംശയിക്കുന്നുണ്ട്. 24 കൊച്ചി. കോഴിക്കോട് എലത്തൂരിലെ ഇന്ധന ചോർച്ചയ്ക്ക് കാരണം സെൻസർ ഗേജ് തകരാറിലായതെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം. ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ സെൻസർ ഗേജ് തകരാറിലായി. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് വിഭാഗങ്ങൾക്ക് വീഴ്ചയുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രാഹുൽ, ഈ സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്? പ്രവിധ 1500 ലിറ്റർ ഡീസൽ പുറത്തേക്ക് ഒഴുകിയ ഇലത്തൂരിലെ സംഭവത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ സെൻസർ ഗേജ് തകരാറിലായതാണ് ഇന്ധനം പുറത്തേക്ക് ഒഴുകാൻ കാരണമായതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഭാഗങ്ങൾക്ക് ഇതിൽ വീഴ്ച ഉണ്ടാവുകയും ചെയ്തുവെന്നും ദുരന്ത നിവാരണ വിഭാഗം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി എലത്തൂരിൽ പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ഥാപനത്തിന്, അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന് ഷോക്കോസ് നോട്ടീസ് നൽകിയതായും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്റ്റോറേജ് കണ്ടെയ്നറുകൾക്ക് ലീക്ക് പ്രൂഫ് ആണെന്നും ചോർച്ച ഉണ്ടാകുന്നില്ലെന്നും ഉറപ്പുവരുത്തണമെന്നും ജില്ലാ ഭരണകൂടം കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രവിധ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത നിർമ്മാണം അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. കൂടിക്കാഴ്ചയിൽ പുതിയ പദ്ധതികളും കേരളം മുന്നോട്ട് വെച്ചു. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത വർഷം ഡിസംബറോടെ 6 വരി ദേശീയപാതയായ NH66 പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട്, കൊല്ലം ബൈപ്പാസുകളുടെ നിർമ്മാണം അടുത്ത വർഷം മെയ് മാസത്തോടെ പൂർത്തിയാക്കും. 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ദേശീയപാതാ വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കുന്നതെന്നും മന്ത്രി. പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചു. പുനലൂർ ബൈപ്പാസ്, രാമനാട്ടുകരയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ആകാശപാത തുടങ്ങിയ നിർദ്ദേശങ്ങളോട് കേന്ദ്രമന്ത്രി അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം റെയിൽവേ വികസനത്തിൽ സംസ്ഥാനത്തിനോട് അവഗണനയെന്ന് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന്റെ ഒരംശമെങ്കിലും കേരളത്തിന് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 24 ഡൽഹി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി നേതാവ് AK ഷാനിബ് ഇനി ഡിവൈഎഫ്ഐയിൽ. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് അംഗത്വം നൽകി ഷാനിബിനെ സ്വീകരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർത്തിയ AK ഷാനിബിനെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നേതൃത്വവുമായി ഇടഞ്ഞ AK ഷാനിബിനെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഷാനിബിനെ CPM പാർട്ടി കൂടാരത്തിലേക്ക് ക്ഷണിച്ചു. ഇതനുസരിച്ചാണ് ഇന്ന് വൈകുന്നേരം 4 മണിയോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെന്ററിലെത്തിയ ഷാനിബ് സംഘടനയിൽ അംഗത്വമെടുത്തത്. മതേതര സ്വഭാവം നഷ്ടപ്പെട്ട കോൺഗ്രസിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയാണ് പാർട്ടി വിട്ടതെന്ന് AK ഷാനിബ് പ്രതികരിച്ചു.
വർഗീയ ശക്തികളുമായി ചേർന്ന് അധികാരത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. മഹാത്മാഗാന്ധി ഭഗവത്ഗീതയും ഖുർആാനും ബൈബിളും കയ്യിലെടുത്താണ് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതും കോൺഗ്രസ് ഉണ്ടാക്കിയതും. എന്നാൽ ഇവിടെ വിചാരധാരയും മൗദൂദിസവും കയ്യിലെടുത്താണ് വി.ഡി. സതീശൻ ഈ പാർട്ടിയെ നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഈ പാർട്ടിക്ക് പാർട്ടിക്ക് അനുയോജ്യമായതല്ല എന്ന നിലപാട് നമ്മൾ അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവർ തെറ്റിതിരുത്താൻ തയ്യാറല്ല. ഇപ്പോൾ സാധാരണ അംഗമായാണ് ഷാനിബിനെ ഡിവൈഎഫ്ഐയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. വൈകാതെ മറ്റു പദവികൾ തീരുമാനിക്കും. ഷാനിബിന് ഇപ്പോൾ ഡിവൈഎഫ്ഐയിൽ പ്രാഥമിക അംഗത്വമാണ് നൽകിയത്. വരും ദിവസങ്ങളിൽ ഷാനിബിൻ്റെ മറ്റ് സംഘടനാപരമായിട്ട് ചുമതലകൾ കൂടി നിശ്ചയിക്കും. ഷാനിബിൻ്റെ ഘടകവും പിന്നീട് നിശ്ചയിക്കും. 24 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിൽ 9 മാസം മുമ്പുണ്ടായ അപകടത്തിൽ വഴിത്തിരിവ്. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ 9 വയസ്സുകാരി കോമാ അവസ്ഥയിൽ ചികിത്സയിലാണ്. വിദേശത്തേക്ക് കടന്ന പ്രതി ഷിജിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. വടകര ചേറോട് ദേശീയപാതയിൽ കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് അപകടമുണ്ടായത്. കേസിൽ വെള്ളക്കാറാണ് എന്ന സൂചനയല്ലാതെ മറ്റൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. സ്പെയർ പാർട്സ് കടകൾ കേന്ദ്രീകരിച്ചും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. അപകടത്തിൽ 62-കാരി ബേബി മരിച്ചു. കൊച്ചുമകൾ ദൃശാന 9 മാസമായി ഗുരുതരാവസ്ഥയിൽ കോമയിൽ കഴിയുകയാണ്. ദൃശാനയെയും മുത്തശ്ശിയെയും ഇടിച്ചു കടന്നുകളഞ്ഞ പുറമേരി സ്വദേശി ഷെജിയിൽ വാഹനത്തിന് രൂപമാറ്റം വരുത്തി. പ്രതി ഇൻഷുറൻസിന് ശ്രമിച്ചിരുന്നുവെന്നും വിദേശത്തേക്കു കടന്നുകളഞ്ഞ പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബെന്നി. വാഹനം റിപ്പയർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഹനത്തിന്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരിട്ട് പോയി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ വരെ നടത്തുകയുണ്ടായി. അതിനൊടുവിലാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇതിനൊരു ക്ലൂ കിട്ടുന്നത്. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഒരു വാഹനം റിപ്പയർ ചെയ്തതായിട്ടും അതിന് സ്പെയർ പാർട്ടുകൾ മാറിയതായിട്ടും മനസ്സിലാകുന്നത്. അങ്ങനെയാണ് വാഹനങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതെന്താണെന്നുള്ള ഇപ്പോൾ പറയുന്നില്ല. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. ദൃശാനയുടെ ചികിത്സയ്ക്ക് നിർധന കുടുംബം വലയുകയാണ്. ഇതിനിടെ വാഹനം കണ്ടെത്തിയത് ഇൻഷുറൻസ് തുക ലഭിക്കാൻ സഹായിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ഒരു തുമ്പുമില്ലാതിരുന്ന കേസിലാണ് പോലീസിന്റെ നിരന്തരമായ അന്വേഷണത്തിലൂടെ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴക വെട്രി കഴകം നേതാവ് വിജയ്. മണിപ്പൂർ വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല, സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം സംരക്ഷിക്കുന്നില്ല എന്നും വിമർശനം. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഏത് സാഹചര്യത്തിലാണ് വിജയുടെ വിമർശനം? പ്രവിധ അല്പസമയം മുൻപ് അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വിജയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അതിനുശേഷം സംസാരിക്കവെയാണ് ഈ ടി.വി.കെയുടെ ആദ്യ സമ്മേളനത്തിൽ എപ്രകാരമാണോ വിമർശനം ഉന്നയിച്ചത് അതുപോലെ തന്നെ രൂക്ഷ ഭാഷയിൽ വിജയ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചത്. സംസ്ഥാന സർക്കാരിനെയാണ് കടന്നു വിമർശിച്ചത് എന്ന് പറയാം. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വിജയ് ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. ഇതിൽ വിമർശനമൊക്കെ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മണിപ്പൂർ വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. കേന്ദ്രത്തിലെ സർക്കാർ എങ്ങനെയാണോ അങ്ങോട്ട് നോക്കൂ, അവർ മണിപ്പൂർ വിഷയത്തിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന തരത്തിലാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രസംഗം ആ ഭാഗം തുടങ്ങുന്നത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം എപ്രകാരമാണോ കേന്ദ്ര സർക്കാർ പിന്നോക്ക വിഭാഗക്കാർക്കെതിരെ നിൽക്കുന്നത്, നിലകൊള്ളുന്നത്, അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരും താഴ്ന്ന ജാതിക്കാർക്കെതിരെ അല്ലെങ്കിൽ ദളിതർക്കെതിരെ ആണ് സംസ്ഥാന സർക്കാരും ഉള്ളത്. അവരെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും DMK സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രമാണ് നേതാക്കൾ ശ്രമിച്ചത്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവർത്തനം അത്ര മാത്രമായിരുന്നു എന്ന് വിജയ് വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ബലത്തിൽ പാർട്ടികളെ കൂട്ടിവെച്ചാൽ 2026 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല എന്നുകൂടി വിജയ് പറയുന്നുണ്ട്. അതായത് കൂടുതൽ പാർട്ടികളെ ചേർത്ത് നിർത്തിയ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് മാത്രം 2026 DMKക്ക് ജയിക്കാൻ കഴിയില്ല. അങ്ങനെ കൂട്ടുന്നവരെ ജനം വിമർശനമാണ് ഇപ്പോൾ വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി തമിഴക വെട്രി കഴകം നേതാവ് വിജയ് രംഗത്തെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമമെന്ന പരാതി. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ ബുധനാഴ്ച രാത്രിയിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് ഈ മാസം 4-ാം തീയതി രാത്രി 8 മണിക്ക്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു വനിതാ PG ഡോക്ടർ. ഒരു സംഘം കാറിലെത്തി പിന്തുടർന്ന് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു.
എന്നാണ് പരാതി. PG അസോസിയേഷൻ ആദ്യം പരാതി നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്. ഈ പരാതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് കൈമാറി. ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി അവിടെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവർ പോകുന്ന വഴി കുറച്ച് പേര്, ഇവർക്ക് അറിയാൻ മേല ആരാന്ന്, ഒരു 3-4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കാറിൽ ഫോളോ ചെയ്ത് കുറേ നേരം ഫോളോ ചെയ്തതിന് ശേഷം ഇവരോട് കാറിൽ കയറുക, ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അസഭ്യമായി സംസാരിക്കുക, അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർ പെട്ടെന്ന് പാനിക്കായി, അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് അവർ ഹോസ്റ്റലിൻ്റെ അടുത്തായതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കയറുമായിരുന്നു. അപ്പം ഈ ഒരു ഇഷ്യൂ നമ്മൾ അന്ന് തന്നെ റേസ് ചെയ്തു. ഇങ്ങനൊരു പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസാണ്, ഒരു ഹോസ്പിറ്റൽ ഏരിയ ആണ്, ആ ഒരു ക്യാമ്പസിനകത്ത് പോലും നമുക്ക് സുരക്ഷയില്ലെന്ന് പറയുന്നൊരു ഇഷ്യൂ ആണ്. ഇതിനു മുമ്പ് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിട്ടും വേണ്ട നടപടികൾ എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഒരു ഒഫീഷ്യലായിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉയർന്നിട്ടുണ്ട്. ക്യാമ്പസിനകത്ത് ലൈറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 24 കോഴിക്കോട്. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.